ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മണി പ്ലാന്റ്സിൻ്റെ കെയറിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മണി പ്ലാന്റ് എങ്ങനെ ബുഷിയായിട്ട് വളർത്തും. നല്ല ചില ആൾക്കാരൊക്കെ വീട്ടിൽ പോകുമ്പം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആ ഒരു ചെടിച്ചട്ടിക്കകത്ത് തന്നെ നല്ല വലുതായിട്ടൊക്കെ നിൽക്കുന്ന കാണാം. അപ്പം അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഇതെങ്ങനെയാണ് വളർത്തണതെന്ന് ഒരു ഐഡിയയും ഇല്ല. ഞാൻ ഈ കട്ടിങ്സിൽ വെച്ചിട്ട് വളർത്തിയെടുത്തതാണ്. ഇത് കടയിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല. ഇതിങ്ങനെ കട്ടിങ്സിൽ വെച്ച് വളർത്തി ഇതിനെ കൊണ്ടുവന്ന് വെച്ചു. ഇത് നോക്കിയപ്പോൾ നീണ്ട് വളർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതല്ല, അത് ബുഷിയായിട്ട് വളരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒന്ന് വേറൊരു രീതിയിൽ മാറ്റിപ്പിടിച്ചു. അങ്ങനെ ചെയ്തപ്പം ഇതേപോലെ നന്നായിട്ട് ഈ ചട്ടി നിറച്ചും മണി പ്ലാന്റ് വരാനുള്ള കാര്യമായി. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് വളർന്ന് വീണ്ടും താഴോട്ട് വരെയല്ലേ, ഇതിനെ വീണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ വീണ്ടും താഴോട്ട് വളർന്ന് വെറും വള്ളി പോലെ കിടക്കും എന്നല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല. അപ്പം ഇന്ന് മണി പ്ലാന്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ ഈ പോട്ടിനകത്തുനിന്ന് ഈ മണി പ്ലാന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ചെറിയൊരു ചട്ടിക്കകത്താണ് ഇത് നിൽക്കുന്നത്. ഈ ചെറിയൊരു ചട്ടിയിൽ ഇത് എങ്ങനെ ഇത്രയും ആയെന്ന് നമ്മൾ ആലോചിച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് മാത്രമാണ് ഇത് ആദ്യം വള്ളി പോലെ വന്ന് കിടന്നപ്പം ഞാൻ ഈ ഒരു കട്ടിങ്സ് എടുത്ത് ഒരു വെള്ളത്തിൽ വെച്ച് വേരിട്ട് വെച്ചതാണ്. എന്നിട്ട് സെറ്റോട് കൊണ്ടുപോയി നടുക്കൊരു കുഴി കുത്തി അതിനകത്തോട്ട് വെച്ച്. അപ്പോൾ ഈ അതിനകത്തോട്ട് വെച്ചപ്പോഴത്തേക്കും വളർന്ന് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ താഴോട്ട് വളരും തോറും ഇതിൻ്റെ ഇല ചെറുതാവാൻ തുടങ്ങി, വെറും വള്ളി മാത്രം ആവാൻ തുടങ്ങി. അപ്പം ഒരു ഭംഗിയില്ലാതായി. പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ്, ഇതിൻ്റെ ഓരോ നോഡുണ്ട്, ഈ ഇലയുടെ ഓരോ ഭാഗത്തും ഓരോ വേര് വരുന്ന ഓരോ സാധനങ്ങൾ, അതിനെയാണ് നമ്മൾ ഇവിടെ മണ്ണിൽ വെച്ച് കൊടുക്കേണ്ടത്. അതിലാണ് വേര് പിടിപ്പിക്കേണ്ടത്. അപ്പം അതിനെന്ത് ചെയ്തു, ഓരോ ലീഫായിട്ട് കട്ട് ചെയ്ത് മാറ്റി ചെടിച്ചട്ടിയിലുള്ള എല്ലാ സ്ഥലത്തും വെച്ചു. അതായത് എല്ലാ മണ്ണിലും കുഴിച്ച് വെച്ചു. അപ്പം അതിൽ നിന്നൊക്കെ പുതിയത് വന്നു തുടങ്ങി, എല്ലാത്തിനും വേര് വന്നു. അപ്പം നന്നായിട്ട് ഇത് ബുഷിയായിട്ട് നിൽക്കാൻ തുടങ്ങി. പിന്നെ അതിൽ നിന്നെല്ലാം വളർന്ന് താഴോട്ടിറങ്ങും. അപ്പോൾ ഈ താഴോട്ടിറങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ എടുത്ത് സെറ്റ് ചെയ്ത് നമ്മൾ ചുറ്റും നമ്മളിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും മണ്ണുണ്ട്. ഇതിനെ കറക്കി സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കുക. അങ്ങനെ അകത്തോട്ട് കയറ്റി വെക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു നോട് പോലെ ഒരു വേര് വരുന്ന ഒരു സാധനം ഉള്ളത്, അത് ആ മണ്ണിലോട്ട് കയറിയാൽ അതിലും വേര് വരും. അപ്പോൾ അത് വീണ്ടും പിടിക്കും അതിൽ. അപ്പോൾ ആ നന്നായിട്ട് ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും, അതിന്ന് വേറെ വളർന്ന് വരികയും ചെയ്യും. ഞാൻ ഇങ്ങനെ ഇത് ഓൾറെഡി ഞാൻ അങ്ങനെ ചെയ്ത ഒരു പ്ലാന്റാണ്. അപ്പോൾ വീണ്ടും വളർന്നപ്പം ഞാൻ വീണ്ടും സെറ്റ് ചെയ്ത് കറക്റ്റ് വെച്ച് കൊടുത്തതാണ്. പിന്നെ നമ്മളിതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മഞ്ഞ ഇലയോ അല്ലെങ്കിൽ ഇല കീറിയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. പിന്നെ വേറെ ഇതിന് വളമൊന്നും പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ നാരങ്ങ തോലിട്ട വെള്ളം, ഓറഞ്ചിന് തോലിട്ട വെള്ളം, പിന്നെ പഴത്തിൻ്റെ തൊലിയിട്ട വെള്ളം, അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. അതിൻ്റെ ലീഫിന് നന്നായിരിക്കും. പിന്നെ സാധാ പച്ചവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താലും മതി, അത് നല്ലതുപോലെ വളരും. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അത് നന്നായിട്ട് വളർന്നോളും. അപ്പം ഈ ഒരു പ്ലാന്റിന് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചെടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വേറെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി ഓരോ നോടായിട്ട് കട്ട് ചെയ്ത് ആ ഓരോ ലീഫിനെ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അതിൽ വേര് വരും. അതിന് ശേഷം നമുക്കെടുത്ത് മണ്ണിലോട്ട് നടാം. അല്ലെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ചെയ്ത കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്, ഇതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ചെടികളും സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കാണുന്ന എല്ലാ പ്ലാന്റ്സും ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ്. അപ്പം അത് വീണ്ടും വളർന്നിറങ്ങിയാൽ അതൊരു ഭംഗിയില്ലാതെ ആവുമെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം മാറ്റി സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. നല്ല ഒതുങ്ങി നിൽക്കും. ഇതാ കണ്ടില്ലേ, ഈ നോട്ട്സ് ഉണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെയാണ് ഓരോ ലീഫ് ആ രണ്ട് ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് ഇതേപോലെ കുറേ ലീവ്സ് എടുത്ത് വെച്ച് ഒരുമിച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ അതൊരു ഭംഗിയാണ്. അതിൽ കൂടുതൽ വേരും വരും, നമുക്ക് വേണമെങ്കിൽ മാറ്റി നടുകയും ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ഫസ്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ആക്കിയത്. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യം അധികം വന്നില്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. എല്ലാം ഒന്ന് അതിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഒരു കാര്യമുള്ളത്, ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു താല്പര്യം വേണം. ഇതൊക്കെ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. ഞാൻ തുടക്കത്തിലൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ കൊണ്ടുവന്നൊരു ചെടി വേണം എന്ന് കരുതിയിട്ട് കൊണ്ടുവന്ന് വെക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനുള്ള കെയറിങ് ഞാൻ കൊടുക്കില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. ഞാൻ ചെടിക്കുള്ള കെയറിങ് കൊടുക്കും. അവർക്ക് എന്താണ് ആവശ്യം അത് ഞാൻ എൻ്റെ കയ്യിലുള്ളത് എന്താണോ അതിന് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി നോക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ നശിച്ചു പോവുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചെടികളൊക്കെ വളർത്തുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ കിട്ടും. ഈ ഡിപ്രഷൻ അടിച്ച് അല്ലെങ്കിൽ വീട്ടിൽ തനിയെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കയറിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയില്ല. അപ്പം നമ്മൾ നമ്മളുടേതായ ഒരു ലോകം, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ബിസി ആയിരിക്കും. ഇനി ചിലവർക്ക് ഇതൊന്നും നോക്കാനുള്ള സമയം കാണില്ല. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും. അപ്പോൾ അവർ അതിൻ്റെ പിറകിലായിരിക്കും. ഒന്നും ചെയ്യാതിരിക്കുന്നില്ലേ, ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിലിങ്ങനെ നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഈ ചെടിയൊക്കെ ഒന്ന് വളർത്തി നോക്കുക എന്നുള്ളത്. അതിൻ്റെ വളർച്ച, അത് വളർന്നു വരുമ്പോൾ തന്നെ നമുക്ക് അതിനോടുള്ളൊരു ഇഷ്ടം കൂടും. നമ്മൾ കൊച്ചിലെ നമ്മളൊരു കുഞ്ഞിനെ നോക്കുമ്പോൾ അത് ഓരോ വളർച്ചയെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ, അതേപോലെ തന്നെയാണ് ഞാനും ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിന്നും ഒക്കെയാണ് ചെടി സംരക്ഷിക്കാമെന്ന് കരുതി ഇതിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഈ ചെടി സംരക്ഷിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ആയിട്ടൊക്കെ എടുത്തിടണത്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതൊന്നും സംരക്ഷിക്കുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ 3rd പ്രഗ്നൻസിയിൽ എൻ്റെ കുഞ്ഞ് വയറ്റിൽ നിന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ അനീമിയായി, ഡിപ്രഷനായി, അങ്ങനെ കുറേ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷം എനിക്കിതിൽ നിന്നെല്ലാം പുറത്തു വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയത് ചെടികളാണ്. അപ്പോൾ ഇതൊക്കെ മേളിൽ ടെറസിലിരുന്നതാണ്. എൻ്റെ വെളിയിലുള്ള ഈ മുല്ലയും പിച്ചിയും എല്ലാം, അങ്ങനെ എല്ലാത്തിനെയും താഴെ കൊണ്ടുവന്ന് അവരെല്ലാം ഒന്ന് കെയർ ചെയ്ത് അവരെയൊക്കെ വളങ്ങൾ കൊടുത്ത് റീപോർട്ടിങ് ചെയ്ത് എല്ലാം ചെയ്ത് മാറ്റിയപ്പം സത്യം പറഞ്ഞാൽ ചെടികൾ നന്നായിട്ട് വളരാൻ തുടങ്ങി. അപ്പം ഈ മണി പ്ലാന്റ്സ് അതിന് ശേഷം ഞാൻ എൻ്റെ പഴയ വീട്ടിൽ നിന്നൊരു കട്ടിങ്സ് എടുത്തുകൊണ്ട് വന്ന് ഇത് ഞാൻ ചെയ്തു. അപ്പോൾ ഇതും എനിക്ക് ഒരുപാട് 2-3 ചട്ടിയിലുണ്ട്. ഞാൻ അകത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വലിയൊരു സൈഡിൽ മതിലിൽ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു പീസ് അത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും വീട് നല്ല ചെടി കൊണ്ട് നല്ല ഭംഗിയായിട്ട് ആയി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല മനസ്സിന് നല്ലൊരു സമാധാനമുണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഇതാ കണ്ടില്ലേ, ഞാൻ ഇതൊരു ചെറിയൊരു പോട്ടിലാണ് ഈ ഒരു മണി പ്ലാന്റ് നിൽക്കുന്നത്. മണ്ണകത്തോട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വളരുന്നത് കണ്ടില്ലേ. ഇതിന് നമ്മൾ കറക്കി ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കും. ഇതിൻ്റെ നിൽക്കണ ആ ഒരു പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ. അപ്പം ഇതൊക്കെ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ സത്യം നല്ല സമാധാനം കിട്ടും. അനുഭവമുള്ള ഒരു വ്യക്തിയാണ് പറയണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനോടൊക്കെ മുന്നോട്ട് ഇറങ്ങാം. നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല, നമ്മളെ കൊള്ളില്ല, നമ്മളെ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ചുറ്റിലും കാണും. അവരെയൊക്കെ പറയുന്നത് കേട്ട് നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കാതെ നമ്മൾക്കും എന്തോ ഒരു കഴിവുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ മാത്രം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു പോട്ടിൽ ഞാൻ നോക്കിയപ്പോൾ വളച്ച് വെക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഒരു വേര് മാത്രം അകത്തോട്ട് ഒരു മണ്ണിൽ ഇങ്ങനെ സെറ്റായിരിപ്പുണ്ട്. അപ്പം അത് വളച്ച് വെക്കുമ്പോൾ ആ വേര് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് മറ്റുള്ള 2 ഭാഗവും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വളച്ച് വെച്ച് കൊടുത്തു. എനിക്ക് വേണമെങ്കിൽ ആ പീസ് കട്ട് ചെയ്ത് മാറ്റാമായിരുന്നു. പക്ഷെ ഞാനതെടുത്ത് വെളിയിലോട്ട് മാറ്റുന്നില്ല. ഇതിനിടയ്ക്ക് ഞാനൊരു ടിപ്പ് പറയാൻ വിട്ടുപോയി. ഞാനൊരു വീഡിയോയിൽ ഒരു അമ്മയുടെ ഒരു വീട് കണ്ടപ്പോൾ അതിൽ നിറച്ച് മണി പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അവർ ഇത്രയും വളർത്തിയെടുത്തത്, ഈ ബുഷായിട്ട് വളർത്തി നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അവരും ഈ ഐഡിയ തന്നെയാണ് ചെയ്തത്, ഇങ്ങനെ കറക്കി വെച്ച് കൊടുക്കുന്നതും. അതിനിടയിൽ കൂടെ അവർ പറഞ്ഞതാണ് ഒരു മുട്ട അടിച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ മണി പ്ലാന്റ്സിനെല്ലാം കൊടുക്കുമെന്ന്, നന്നായിട്ട് വളരുമെന്ന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അത് ചെയ്ത് നോക്കിയില്ല. പക്ഷേ ഒരു ദിവസം മുട്ട വാങ്ങിച്ചപ്പോൾ ഒരു മുട്ട പൊട്ടിയ കവറിൽ അങ്ങ് കിടന്നു. അപ്പോൾ അത് കളയണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വെള്ളത്തിലൊഴിച്ച് അതും ഡൈല്യൂട്ട് ചെയ്ത് ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാം. അങ്ങനെയുള്ള മുട്ടയൊക്കെ വന്ന വേസ്റ്റ് വന്നതൊക്കെ കളയാതെ വെള്ളത്തിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മണി പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു വളമാണ്. ഈ ചെറിയ പ്ലാന്റ്സ് ഇരുന്ന പോട്ട് ഉണ്ടോ, ഇതിനകത്ത് നിറച്ചും വെള്ളം നിൽപ്പുണ്ട്. താഴത്തെ അടപ്പ് ഊരി മാറ്റിയിട്ട് ആ വെള്ളത്തിനെ നമ്മൾ കളയണം.
അല്ലെങ്കിൽ ആ വെള്ളം അതിൽ തന്നെ കെട്ടി നിൽക്കും. പക്ഷേ കൊതുകൊന്നും വരില്ല, കാരണം അതിന് അകത്താണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് കൊതുകൊന്നും പെട്ടെന്ന് വരില്ല. അതെന്താ കണ്ടില്ലേ, അത് ഇളക്കി ആ വെള്ളത്തിനെ അങ്ങ് വെളിയിലോട്ട് കളഞ്ഞ് അത് വീണ്ടും അടച്ചു കൊടുത്തിട്ട് നമ്മുടെ പ്ലാന്റ്സ് തൂക്കി അതിൽ വെച്ച് കൊടുത്തു. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല, മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കയോ ഒക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതി. അല്ലാതെ ഡെയിലി ഒന്ന് അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കണം. എല്ലാ ഭാഗവും ഒന്ന് വൃത്തികേടായിട്ട് കിടപ്പുണ്ട്. ഇപ്പം കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇരുന്ന സ്ഥലങ്ങളിൽ ബാക്കി അവിടേക്ക് ഒന്ന് തുടച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി തിരിച്ച് മണി പ്ലാന്റ്സിനെ കൊണ്ട് തിരിച്ച് അവരവരുടെ സ്ഥലത്ത് കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരിവിടെ നിന്ന് നന്നായിട്ട് വളർന്നോളും. ഇനി ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് അതിനൊന്ന് കെയർ ചെയ്താൽ മാത്രം മതി. ഇതിവിടെ നേരത്തെ നിന്നതുപോലെയല്ല, ഇപ്പം നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഒതുങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ വെള്ളം ഞാൻ ഇപ്പോൾ ഇത്ര നേരം ഇതായിട്ടൊന്നും ചെയ്തില്ലല്ലോ, അപ്പം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് നമുക്ക് ഏത് വെള്ളമാണോ, നാരങ്ങ ഇട്ട് വെച്ചിരുന്ന വെള്ളമോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലത്തെ വെള്ളം, സവാളയുടെ തൊലിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം, അങ്ങനത്തെ വെള്ളങ്ങളൊക്കെ ഉണ്ട്, സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.